ചങ്ങാമാരെ AVRനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് AVR കാണാം. നമ്മുടെ സ്വിച്ച് ബോർഡ് മുറിയത്തേൻ്റെയാണ്. ഓക്കെ, ജാപ്പനീസ് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ സർക്യൂട്ട് ബ്രേക്കർ. കാണാൻ നല്ല മഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ AVR. ഓക്കെ, ഇതിൽ UVW ഈ കാണുന്നതാണ് ഇതിൻ്റെ ടെർമിനൽസ്. ഓക്കെ, ഇതിൽ UVW ഇവിടെ എഴുതിയിട്ടുണ്ട് സെൻസിങ് വോൾട്ടേജ്. അതായത് നമ്മുടെ ജനറേറ്ററിൽ ഇതിപ്പോൾ നമ്പർ 3 ജനറേറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നതാണ്. അത് ഡയറക്റ്റ് വരുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ആ വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്തിട്ട് വല്ല ട്രാൻസ്ഫോമർ വെച്ച് റെഡ്യൂസ് ചെയ്തിട്ട് വരുന്നേക്ക് UVW. പിന്നെ U1, V1, W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റിക് ജനറേറ്ററില്ലേ, നമ്മുടെ ജനറേറ്ററിൽ നമ്മുടെ ഈ AVR എക്സൈറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സൈറ്റേഷൻ സോഴ്സ് കിട്ടുന്നത്, പവർ കിട്ടുന്നത് പെർമനൻറ്റ് മാഗ്നറ്റിക് ജനറേറ്ററിന്. അപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റിക് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് U1, V1, W1. ഇത് JK എന്ന് പറഞ്ഞാൽ എക്സൈറ്റേഷൻ്റെ, അതായത് ഈ AVR എന്ന് പോകുന്ന ഔട്ട്പുട്ടാണ്. അതായത് AVR എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറേറ്ററിൻ്റെ എക്സൈറ്റർ സ്റ്റേറ്ററിലേക്ക് DC ഇഞ്ചക്ഷൻ നടത്തിയിട്ടാണല്ലോ ഈ പരിപാടി നടത്തുന്നത്. ഓക്കെ, എന്തിനാ ഈ പരിപാടി എന്തിനാണ് ശരിക്കും വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വോൾട്ടേജ് കുറച്ച് കൂടുതലാണെങ്കിൽ കുറയ്ക്കാനും, വോൾട്ടേജ് കുറവാണെങ്കിൽ കൂട്ടാനും മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഈ C1, C2, C3, C4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജനറേറ്ററിൻ്റെ കറണ്ട് ഇൻപുട്ടാണ് C1, C2. മറ്റേതാണെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാരലൽ റൺ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ജനറേറ്ററിൻ്റെ കറണ്ട് പാരലൽ റൺ ചെയ്യുമ്പോൾ സമയത്ത് മാത്രമേ ഈ ക്രോസ് കറണ്ട് കോമ്പൻസേഷൻ സർക്യൂട്ടിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ള ജനറേറ്ററിൻ്റെ റിയാക്റ്റീവ് കറണ്ട് ഇതിലേക്ക് വരുമ്പോൾ അതിനെ കോമ്പൻസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് C3, C4. എക്സ്റ്റേണൽ വോൾട്ടേജ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളിവിടെ ഒരു സെറ്റ് ചെയ്യും വോൾട്ടേജ്. ആ സെറ്റ് ചെയ്ത വോൾട്ടേജ് ആയിരിക്കണം ആ വോൾട്ടേജ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ AVR പണി ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് അത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ PMG എന്ന് വരുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? PMG എന്ന് വരുന്നത് എന്തായാലും ഒരു AC ഔട്ട്പുട്ട് ആയിരിക്കും. ആ ACനെ ഇവർ എന്ത് ചെയ്യും? നമ്മൾ AVRൻ്റെ ഉള്ളിലുള്ള സർക്യൂട്ട്, ഇപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ എന്തായാലും നമുക്ക് DC ആണല്ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെക്ടിഫിക്കേഷൻ യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ AVR റെക്ടിഫൈ ചെയ്യും. റെക്ടിഫൈ ചെയ്തിട്ട് എന്താ ചെയ്യുക? നമുക്ക് എപ്പോഴും DC കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വോൾട്ടേജ് എത്തിയില്ലെങ്കിൽ കൊടുത്താൽ മതി. വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം DC ഇഞ്ചക്ഷൻ കൊടുത്താൽ മതിയല്ലോ, എക്സൈറ്റേഷൻ. അപ്പോൾ എന്താ വെച്ചാൽ ചോപ്പ് ചെയ്യും. അതായത് DCനെ ഇങ്ങനെ മുറിക്കും, ആവശ്യമുള്ള സമയത്ത് വിടും, വീണ്ടും മുറിക്കും. അപ്പോൾ അതായത് ചോപ്പർ, അവിടെ ഒരു ചോപ്പർ സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ചോപ്പിംഗ് സർക്യൂട്ട് ഉണ്ട്. റെക്ടിഫിക്കേഷന് ശേഷം DCനെ മുറിക്കും. അതായത് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ചോപ്പറിലേക്ക് ഗേറ്റ് സിഗ്നൽ കിട്ടുമ്പോൾ മാത്രമേ ചോപ്പർ കണ്ടക്ട് ചെയ്യുള്ളൂ. അതുവരെ മുറിച്ചിടും, ഓഫായിരിക്കും, DC പോകില്ല. അപ്പോൾ ഇതിൻ്റെ സെൻസിങ് വോൾട്ടേജ് വരുന്നുണ്ടല്ലോ. ഈ സെൻസിങ് വോൾട്ടേജ് നേരെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ എക്സ്റ്റേണൽ വോൾട്ടേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, നമ്മൾ അവിടെയാണ് എത്രയാണോ സെറ്റ് ചെയ്യുന്നത് അതുമായിട്ട് ഒരു എറർ ഉണ്ടാവുകയാണെങ്കിൽ ഒരു എറർ ആംപ്ലിഫയർ ത്രൂ നമ്മുടെ എന്താ പറയുക, എന്താ അതിന് പറയല്ലേ ഈശ്വര, കമ്പറേറ്റർ അല്ലേ, കമ്പറേറ്റർ സർക്യൂട്ടിൽ പോകും. അപ്പോൾ കമ്പയർ ചെയ്യും നമ്മുടെ ഔട്ട്പുട്ടും നമ്മുടെ പ്രസൻറ്റ് വാല്യൂയും തമ്മിൽ. പ്രസൻറ്റ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്ന തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എറർ ഉണ്ടെങ്കിൽ, അതായത് കുറച്ച് കൂട്ടാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ഈ കമ്പറേറ്റർ സർക്യൂട്ടിൻ്റെ ഒരു സിഗ്നൽ എങ്ങോട്ട് പോകും? നമ്മുടെ ചോപ്പറിലേക്ക് പോകും. അപ്പോൾ ചോപ്പറിൻ്റെ ഗേറ്റ് സിഗ്നൽ കിട്ടുമ്പോൾ ചോപ്പർ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ DC എക്സൈറ്റേഷൻ, AVR എക്സൈറ്റേഷൻ നമ്മുടെ എക്സൈറ്റേഷൻ സ്റ്റേറ്ററിൽ കൊടുക്കും. ഏത് ത്രൂ JNK. അങ്ങനെ എക്സൈറ്റേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? വോൾട്ടേജ് കൂടും. എതുവരെ കൂടും? എറർ കുറയുന്ന വരെ കൂടും. നമ്മൾ സെറ്റ് ചെയ്യുന്ന എത്രയാണോ അതുവരെ എക്സൈറ്റേഷൻ കൊടുക്കും. അങ്ങനെ സെറ്റ് ചെയ്ത പോയിൻ്റ് എത്തി എറർ 0. അതായത് അപ്പോൾ കമ്പറേറ്റർ സർക്യൂട്ട് എന്ത് ചെയ്യും? ഈ ഗേറ്റ്, അതായത് ചോപ്പറിലേക്ക് ഗേറ്റ് സിഗ്നൽ കൊടുക്കില്ല. അതുകൊണ്ട് എക്സൈറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് AVRൻ്റെ ഞാൻ മനസ്സിലാക്കിയത്. എനിക്കിത്ര അറിയുള്ളൂ. ഇതിൻ്റെ ഉള്ളിലത്തേനെ പറ്റി വലിയ ഐഡിയ ഇല്ല. കാരണം നമുക്ക് ഇത്ര അറിഞ്ഞാൽ പോരെ ഇതിൽ വർക്ക് ചെയ്യാൻ.